നമ്മുടെ കോഴ്സിൽ കുറേയധികം അറിവുകൾ നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഈ അറിവുകളെ നമ്മുടെ ലൈഫിൽ എങ്ങനെയാണ് ടോട്ടലി അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. കൂടാതെ ലെറ്റ് ഇറ്റ് ഗോ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുകൂടി വിശദീകരിക്കുന്നുണ്ട്. നമ്മുടെ ക്ലാസ് ആരംഭിച്ചത് വിശ്വാസങ്ങൾ, മൈൻഡ് സെറ്റ് ഇവയെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ടായിരുന്നു. നമ്മുടെ വിശ്വാസങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ ചിന്തകളുടെ സ്വാധീനമനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. വിശ്വാസം, ചിന്ത ഇവയെല്ലാം കൂടി ചേർന്നാണ് ചുറ്റുമുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് എന്നും മനസ്സിലാക്കി കഴിഞ്ഞു. നമുക്കുള്ളിൽ നെഗറ്റീവ് ബിലീഫ്സ് ഉണ്ടെങ്കിൽ അവയെ ഹീൽ ചെയ്ത് പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയാൽ മാത്രമാണ് നമ്മളിലേക്ക് പോസിറ്റീവായുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്യപ്പെടുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇതിനു വേണ്ടി നമുക്കുള്ളിൽ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ആറ്റിറ്റ്യൂഡാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നും മനസ്സിലാക്കി. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ ചുറ്റുമുള്ള കാര്യങ്ങളിൽ പോസിറ്റീവ് കാണപ്പെടും. അതുപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന സഹായങ്ങളിലും ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അവയൊക്കെ നമ്മളിൽ അട്രാക്ട് ചെയ്യപ്പെടും എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷേ വിശ്വാസങ്ങളെ റീകണ്ടീഷൻ ചെയ്യാൻ സമയമെടുക്കും എന്നുള്ളത് വാസ്തവമാണ്. അങ്ങനെയാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുന്ന ഘട്ടത്തിൽ, അതായത് നമ്മുടെ ചിന്തകൾ, സാഹചര്യം ഇവയൊക്കെ നെഗറ്റീവായി ട്രിഗർ ഉണ്ടാക്കി ഒരു ലോ വൈബിൽ തള്ളിവിടുന്ന സാഹചര്യത്തിൽ നമുക്ക് അതിജീവിക്കാൻ വേണ്ടി ഒരു സെൽഫ് ഹീലിംഗ് മെത്തേഡും ഒരു അഫർമേഷൻ മെത്തേഡും നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മുടെ വിശ്വാസങ്ങളെ റീകണ്ടീഷൻ ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് ട്രിഗർ ഉണ്ടായാൽ ഈ രണ്ട് മെത്തേഡുകൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ പ്രവൃത്തിയിലൂടെ നെഗറ്റീവിനെ മറികടക്കാൻ വേണ്ടിയിട്ട് വിൽ പവർ ഡെവലപ്പ് ചെയ്യണം എന്ന് നമ്മൾ മനസ്സിലാക്കി. നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ, ആളുകൾ ഇവയെ സെലക്റ്റീവായി തിരഞ്ഞെടുക്കണം എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. ഇങ്ങനെ നമ്മുടെ വിശ്വാസങ്ങളിൽ, ചിന്തകളിൽ ഒരു അലൈൻമെന്റ് ഉണ്ടാകുമ്പോൾ ആ ഒരു ഘട്ടത്തിൽ നമ്മൾ ഓപ്പൺ ടു റിസീവ് എന്ന സ്റ്റേജിൽ എത്തപ്പെടും. ഈ ഒരു സ്റ്റേജിൽ എത്തപ്പെട്ട് കഴിഞ്ഞാൽ ഏതൊരു ചെറിയ കാര്യമാകട്ടെ അല്ലെങ്കിൽ വലിയ കാര്യമാകട്ടെ ഇൻസ്റ്റന്റ്ലി നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുന്നതായി കാണാൻ കഴിയും. നമുക്ക് ചുറ്റും ഒരു മിറക്കിൾ സംഭവിക്കുന്നതായി കാണാൻ കഴിയും. ഇങ്ങനെ ഓപ്പൺ ടു റിസീവ് എന്ന സ്റ്റേജാണ് എല്ലാവരും പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ട കാര്യം. ഇങ്ങനെ വിശ്വാസങ്ങൾ, ചിന്തകൾ തമ്മിലുള്ള അലൈൻമെന്റ് ഒരുമിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ പോകുന്ന പാത കറക്റ്റ് ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി യൂണിവേഴ്സുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയും ഏഞ്ചൽ നമ്പർ ഉപയോഗിക്കുന്നതും അവിടെ അർത്ഥം എന്താണെന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ലെറ്റ് ഇറ്റ് ഗോ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ലെറ്റ് ഇറ്റ് ഗോ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഹൗ, എങ്ങനെ സംഭവിക്കും എന്നൊരു തോട്ട് നമ്മളിൽ ഉണ്ടാകരുത്. അതുപോലെ വെൻ, എപ്പോൾ അത് സംഭവിക്കും എന്നും ചിന്തിക്കരുത്. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ലെറ്റ് ഇറ്റ് ഗോ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ എൻഗേജ് ചെയ്യുന്ന മറ്റൊരു പ്രവൃത്തിയിലേക്ക് നമ്മുടെ എനർജിയെ ഫോക്കസ് ചെയ്യിപ്പിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതോടെ നമ്മൾ ലെറ്റ് ഇറ്റ് ഗോ പ്രോസസ്സിൽ എത്തുന്നതായിരിക്കും. ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മളിൽ നിന്നും കൺവെർട്ട് ചെയ്യപ്പെട്ട മാനിഫെസ്റ്റേഷൻ എനർജി സ്വാഭാവികമായും ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതായിരിക്കും. ഈ രീതിയിൽ വേണം ലെറ്റ് ഇറ്റ് ഗോ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. നമ്മുടെ കോഴ്സ് ഇന്ന് സമാപിക്കുകയാണ്. എന്നാൽ പ്രാക്ടീസ് ഇന്ന് കൊണ്ട് തീരുന്നില്ല. 7 ദിവസത്തെ മൊഡ്യൂളായിട്ട് 1 മാസത്തോളം പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഇവയെല്ലാം നിരന്തരം ആവർത്തിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ ചെയ്യുന്ന ഘട്ടത്തിലാണ് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ഫിയേഴ്സിനെയും ലിമിറ്റഡ് ബിലീഫ്സിനെയും റീകണ്ടീഷൻ ചെയ്തിട്ട് സമൃദ്ധി, അബണ്ടൻസ് ആകർഷിക്കുന്ന മൈൻഡ് സെറ്റിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. ഈ നിലവാരത്തിൽ എത്തിച്ചേരുവാൻ എല്ലാവരും മുടങ്ങാതെ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ഈ ഒരു കോഴ്സിലൂടെ എല്ലാവർക്കും അവരുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാനും അവരവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.